നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിവിഡൻസ് തിയറിയിലുള്ള ഇറലവൻസ് തിയറിയാണ്. ഇറലവൻസ് തിയറി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള തിയറിയാണ് ഡിവിഡൻസ് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറി അപ്രോച്ചസിലെ മോഡലായിട്ടാണ് നമ്മൾ കാണുന്നത്. മോഡിഗിലാനി മില്ലർ അപ്രോച്ച് അഥവാ മോഡൽസ് ഇൻ ഡിവിഡൻഡ് തിയറി എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. അപ്രോച്ച് എന്ന് നമ്മളിതിനെ വിളിക്കുന്നു. ഡിവിഡൻഡ് തിയറിയിലുള്ള അപ്രോച്ച്. എന്താണ് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്? 1961 മോഡിഗിലാനി ആൻഡ് മില്ലർ എന്ന് പറയുന്ന രണ്ടു പേരാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. They states that the dividend policy employed by a firm does not affect the value of the firms. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ തിയറിയുടെ പ്രത്യേകത. They argue that the value of a firm is dependent on firm's earnings, which result from its investment policy, such that when the policy is given, the dividend പോളിസി ഈസ് ഓഫ് നോ കോൺസിക്വൻസസ്. ഈ തിയറി അനുസരിച്ച് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതോ ഇഷ്യൂ ചെയ്തില്ല എന്നുള്ളതോ ഒന്നും ഒരു കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കമ്പനിയുടെ ഏർണിങ്സ് ആൻഡ് ഓവറോൾ പെർഫോമൻസ്. രണ്ടാമതായിട്ട് ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇപ്പോൾ ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഡിവിഡൻഡ് പോളിസി അല്ല, രണ്ട് കാര്യങ്ങൾ അല്ലാതെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ഒന്ന്, ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, അഥവാ ഒരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എടുക്കുന്ന ഡിസിഷനുകൾ. രണ്ട്, ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രി, കമ്പനി നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ ഓവറോൾ പെർഫോമൻസ് എന്താണോ ആ പെർഫോമൻസും കമ്പനി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു കമ്പനി നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ പ്രത്യേകത, ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത സിറ്റുവേഷൻസ് അനുസരിച്ച്, എക്കണോമിക് ക്രൈസിസ് അനുസരിച്ച് അതിൻ്റെ അത് ചേഞ്ചസുകൾ ഉണ്ടാവും. ആ ചേഞ്ചസുകളൊക്കെ ഒരു കമ്പനിയുടെ വാല്യുവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യം ഒരു ക്രൈസിസിലൂടെ പോകുന്നു. ആ ക്രൈസിസിലൂടെ പോകുന്ന സമയത്ത് ഇപ്പം കൊറോണ എന്ന് പറയുന്നൊരു വൈറസുമായി ബന്ധപ്പെട്ട് പല ഇൻഡസ്ട്രികളും തകർന്നു പോയി. എയർപോർട്ടുകൾ, അതുപോലെ തന്നെ എയർലൈൻസുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രികൾ, ടൂറിസം ഇൻഡസ്ട്രികൾ ഒക്കെ തകർന്നു പോയി. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ഒരു കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ചില കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസുകൾ എന്ന് പറയുന്നത് ഈ തിയറി വർക്കൗട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിലാണ് ഈ പറയുന്ന തിയറി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് ദ ഫേം ഹാസ് എ സഫിഷ്യൻറ്റ് ഫണ്ട് ടു പേ ഡിവിഡൻറ്റ്. ഒരു കമ്പനിക്ക് ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട് സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇല്ല എങ്കിൽ, സഫിഷ്യൻറ്റ് ഫണ്ടുകൾ ഇല്ല എങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റോക്കുകളോ ബോണസുകളോ ഒക്കെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നും, ഇനി അങ്ങനെ ഒരു കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഷെയർ ഹോൾഡേഴ്സിന് പണം ആവശ്യമുണ്ട് എന്ന് പറയുന്ന 3 കണ്ടീഷൻസുകൾ ഈ തിയറി വർക്കൗട്ട് ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഇതിന് ചില അസംഷൻസുകളുണ്ട്. ഈ അസംഷനിൽ മേലാണ് ഈ ഹൈപ്പോത്തിസിസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫങ്ഷനിങ് ഇൻ ദ പെർഫെക്റ്റ് മാർക്കറ്റ്. So we already learn about that. What is a perfect market? The perfect market means what is that the investors are well known about the information relating to the industry and the company. All the informations are freely available to the investors. Transaction and flotation cost do not exist. That means the investors എത്ര പേർക്ക് വേണമെങ്കിലും വരാം, എത്ര പേർക്ക് വേണമെങ്കിലും പുറത്തു പോകാം. ഇൻഫർമേഷൻസുകൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. അല്ലാതെ ഇത്ര പേർക്ക് എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ. സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് നോൺ ആസ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഫങ്ഷനിങ് ഇൻ ദി പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. സെക്കൻഡ് വൺ, ദർ ഈസ് no taxation, corporate taxation. There is no corporate taxation. Taxes do not exist. ടാക്സ് ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടുത്തെ അസംഷൻസ് ആണ് ഇതെല്ലാം. The second one,
There is no difference in tax rates applicable to both the dividends and capital gains. ക്യാപിറ്റലിലോ ഡിവിഡൻഡ് ഗെയിൻസിലോ ഒക്കെ ഉണ്ടാകുന്ന ടാക്സ് റേറ്റ്സുകൾ തമ്മിൽ ചേഞ്ചസുകളൊന്നുമില്ല, അല്ലെങ്കിൽ ടാക്സ് ഇല്ല. ഈ രണ്ട് അസംഷൻസുകളാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ദ തേർഡ് വൺ, ദ ഫേം ഹാസ് എ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഒരു ഫേമിനുള്ള പോളിസി എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്. ഫോർത്ത് വൺ, ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ റിസ്ക് ഇല്ല എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഫിക്സഡ് ആണ്, റിസ്ക് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ ഏബിൾ ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ പ്രൈസസ് ആൻഡ് ഡിവിഡൻസ് വിച്ച് certainty and one discount rate is appropriate for all securities over all time periods. റിസ്ക് ഇവിടെ നിലനിൽക്കുന്നില്ല. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഫ്യൂച്ചറിലുള്ള പ്രൈസിനെയും ഡിവിഡൻറ്റിനെയും എക്സ്പെക്റ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ വെച്ച് ഉണ്ട് എന്നുള്ളതാണ് ഈ അസംഷൻസ്. അങ്ങനെ 4 അസംഷൻസ് ഹൈപ്പോത്തസിസിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മോഡി, ഗിലാനി ആൻഡ് മില്ലർ ഫോർമുല ഫോർ ഡിറ്റർമിനിങ് ദി വാല്യൂ ഓഫ് ഷെയർ. ഫോർമുലാസുകൾ പലതിനും ഡിഫറെൻ്റ് ആണ്. ഷെയറിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് PO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P0 എന്ന് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ഷെയറിൻ്റെ ബിഗിനിങ്ങിലുള്ള മാർക്കറ്റ് പ്രൈസിനെയാണ് P0 കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, P0. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ എൻഡിലുള്ള മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ P0 ബിഗിനിങ്ങിലുള്ളതും P1 എന്ന് പറയുന്നത് എൻഡിലുള്ളതുമാണ്. D1 എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ടു ബി റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. നമ്മൾ വാങ്ങുന്ന ഒരു പർട്ടിക്കുലർ ഇയറിൽ വാങ്ങുന്ന ഡിവിഡൻ്റാണ് D1 കൊണ്ട് യൂസ് ചെയ്യുന്നത്. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. അപ്പോൾ P0 ബിഗിനിങ്ങിലുള്ളത് മാർക്കറ്റ് പ്രൈസ്, P1 എൻഡിലുള്ളത്, D1 ഡിവിഡൻ്റാണ്, 1 എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, പ്ലസ് KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. നെക്സ്റ്റ്, എങ്ങനെയാണ് നമുക്ക് P1, ഇപ്പം മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന്, പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡിലുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് P1നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. P1 ഈസ് ഇക്വൽ ടു P0, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 പ്ലസ് KE മൈനസ് D1. പുറത്തുള്ള D1നെ നമ്മൾ കൊണ്ടുവരുന്നു D1. സോ P0 1 പ്ലസ് KE മൈനസ് D1 എന്ന് പറയുന്നത് നമുക്ക് P1 ഇതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, it is presumed that investment requirement of a company on account of dividend payouts are financed out of the fresh issue of equity shares. ഡിവിഡൻഡ് പേ ഔട്ടിന് വേണ്ടി ഫ്രഷ് ഇഷ്യൂസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയറുകൾ നമുക്ക് ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അതിനെയാണ് എന്ന് നമ്മൾ പറയും. നമ്പർ ഓഫ് ഷെയർസ് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനിയാണ്. ഈസ് ഇക്വൽ ടു I ആണ്. I മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ E മൈനസ് ND1 ഡിവൈഡഡ് ബൈ P1. ഫർദറിൽ അതിനുശേഷം നമ്പർ കണ്ടതിന് ശേഷം ഒരു കമ്പനിയുടെ വാല്യൂവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വാല്യൂ ഓഫ് എ കമ്പനി മേ ബി ഒബ്ടൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഫോർമുല. NP0 ഈസ് ഇക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ N പ്ലസ് M ബ്രാക്കറ്റ് ക്ലോസ് P1 മൈനസ് I മൈനസ് E ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE. ഇവിടെ M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. അത് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് M കണ്ടുപിടിക്കുന്നത്? M കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് M, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഷെയർസ്. I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ്. E ഈസ് ഇക്വൽ ടു ടോട്ടൽ ഏർണിങ്സ് ഓഫ് ദ ഫേംസ് ഡ്യൂറിങ് ദ പീരീഡ്. ടോട്ടൽ ഏർണിങ്സിനെയാണ് നമ്മൾ E കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. P1 എന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ആണ്. KE കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. N number of shares outstanding at the end of the period. D1 is equal to dividend to be paid at the end of the period. So NPO is equal to value of the firms. Value of the firms കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് അപ്രോച്ച് അനുസരിച്ച്, ഡിവിഡൻഡ് തിയറി അപ്രോച്ച് അനുസരിച്ചുള്ള N പ്ലസ് M ബ്രാക്കറ്റ് ക്ലോസ്, അതിനകത്ത് ബ്രാക്കറ്റ് കൊടുക്കുക, P മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ I മൈനസ് E ഡിവൈഡഡ് ബൈ 1 പ്ലസ് KE എന്നുള്ളതാണ്. ഇതാണ് അപ്രോച്ചിനെ പറ്റി നമുക്കുള്ളത്. വാട്ട് ഈസ് അപ്രോച്ച്?
വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് അപ്രോച്ച്, അപ്രോച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, ആ വർക്കൗട്ട് ചെയ്യുന്നതിൽ നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, മാർക്കറ്റ് പ്രൈസ്, ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.